നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ബജറ്റ് പാസാക്കുകയാണ് സഭയുടെ പ്രധാന അജണ്ട. കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള നിർണായക ബില്ലുകളും സഭ പരിഗണിക്കും. അതേസമയം സഭ പ്രക്ഷുബ്ധമാക്കുക എന്നതാണ് പ്രതിപക്ഷ നിലപാട്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത്. ഫെബ്രുവരിയിൽ സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പാസാക്കുകയാണ് 11ാം സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. ആദ്യ ദിനം തന്നെ 2024 പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ, 2024 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ എന്നിവയും സഭ പരിഗണിക്കും. ജൂൺ 11 മുതൽ ജൂലൈ 8 വരെ 13 ദിവസം എക്സ്ക്ലൂസീവ്ലി ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസ്സാക്കാനാണ് നീക്കിവെച്ചിട്ടുള്ളത്. സമ്മേളന കാലയളവിൽ 5 ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. 8 ദിവസം ഗവൺമെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ സമ്മേളനത്തിലേതിന് സമാനമായ രീതിയിൽ സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭയിൽ ഉയർന്നുവരും. അതേസമയം പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളെ വസ്തുതകൾ നിരത്തി നേരിടാനാണ് ഭരണപക്ഷ തീരുമാനം. ആദ്യ 3 ദിവസത്തെ സമ്മേളനത്തിന് ശേഷം ജൂൺ 13 മുതൽ 15 വരെ 4ാം ലോക കേരള സഭയ്ക്ക് നിയമസഭ വേദിയാകും. ആ ദിവസങ്ങളിൽ സഭ ചേരില്ല. ആകെ 28 ദിവസത്തേക്ക് ചേരുന്ന സഭാസമ്മേളനം ജൂലൈ 25-ന് അവസാനിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.